സംരക്ഷണമില്ലാതെ തണ്ണീർത്തടം നശിക്കുന്നു. പെരിനാട് ഗ്രാമപഞ്ചായത്തിലെ നെല്ലിപ്പണയിൽ കുളമാണ് മാലിന്യം നിറഞ്ഞ രോഗഭീഷണി ഉയർത്തുന്നത്. മുൻകാലങ്ങളിൽ പെരിനാടേലായിൽ കൃഷി ആവശ്യങ്ങൾക്കായി ജലം എടുത്തിരുന്നത് നെല്ലിപ്പണയിൽ കുളത്തിൽ നിന്നുമായിരുന്നു. പെരിനാട് ഗ്രാമപഞ്ചായത്ത് സംരക്ഷണ വേലി നിർമ്മിച്ചിരുന്നെങ്കിലും അത് പൂർണ്ണമായും ഇല്ലാതായി. പെരിനാട് ഗ്രാമപഞ്ചായത്തിലെ 17-ാം വാർഡിലെ നെല്ലിപ്പണയിൽ കുളമാണ് പായൽ നിറഞ്ഞ മാലിന്യം നിറഞ്ഞ പ്രദേശവാസികൾക്ക് ഭീഷണിയാകുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് പെരിനാടേലായിൽ കൃഷി ആവശ്യങ്ങൾക്കായി ജലം ഉപയോഗിച്ചിരുന്നത് ഈ കുളത്തിൽ നിന്നുമാണ്. ഏല സംരക്ഷണ സമിതിയും കൃഷിവകുപ്പും ചേർന്ന് സമീപത്ത് പമ്പ് സ്ഥാപിച്ചിരുന്നു. കുളത്തിലെ ജലം പമ്പ് വഴി സമീപത്തെ തോട്ടിലേക്ക് ഒഴുകുകയും അവിടെ നിന്നും ഏലാകളിലേക്ക് ജലം എത്തിക്കുകയുമാണ് ചെയ്തിരുന്നത്. എന്നാൽ പമ്പിന്റെ പ്രവർത്തനം നിലച്ചതോടെ ജലത്തിൽ മാലിന്യങ്ങളും പായലും കുന്നുകൂടി. കുളത്തിൽ വീണുണ്ടായ അപകടത്തിൽ 2 പേർ മരിച്ചിട്ടുമുണ്ട്. ഏകദേശം 15 അടിയോളം താഴ്ചയുള്ള കുളത്തിന് പെരിനാട് പഞ്ചായത്ത് സംരക്ഷണ വേലി കെട്ടിയിരുന്നു. എന്നാൽ കാലക്രമേണ ഇത് നശിച്ചുപോയി. വേനലവധിക്കാലത്തും സ്കൂൾ വിട്ടുകഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിലും സമീപങ്ങളിലെ കുട്ടികൾ ഇവിടെ ചൂണ്ടയിടാൻ ഉൾപ്പെടെ എത്തുന്നുണ്ട്. യാതൊരു സംരക്ഷണവുമില്ലാത്ത കുളത്തിന്റെ ചവിട്ടുപടിയിൽ ഇറങ്ങിയിരുന്നാണ് ഇവർ ചൂണ്ടയിടുന്നത്. കാൽവഴുതി കുളത്തിലേക്ക് വീഴാനുള്ള സാധ്യത വളരെയേറെയാണ്. കൊച്ചു പിള്ളേരൊന്നും കുറേ പിള്ളേരൊന്നും മീൻ പിടിക്കുന്നുണ്ട് ഒരുപാട്. കാലത്ത് എറ്റി അതിനകത്ത് പോയി കഴിഞ്ഞാൽ എടുക്കാനൊക്കത്തില്ല. അപ്പോൾ ഒരു വേലിയോ എന്തെങ്കിലും വെച്ച് മറിച്ചിടണം. മറിച്ചാലല്ലേ ഒക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ നിന്നെല്ലാം കൊച്ചു കൊച്ചു പിള്ളേരെല്ലാം വന്ന് മീൻ എത്തിക്കട നോക്കുന്നതും എത്തിക്കടന്ന് എല്ലായിടത്തും നോക്കുകയെല്ലാം ചെയ്യും. എല്ലായിടത്തും പൊടി കൊച്ചുങ്ങളുള്ളതാ. അടുത്തൊരു അംഗനവാടി ഉണ്ട്. വരുന്ന കൊച്ചുകൾ എല്ലാവരും അങ്ങ് എത്തിക്കടന്നെല്ലാം നോക്കുകയും എടുക്കുകയെല്ലാം ചെയ്യും. വെള്ളം കയറി കിടക്കുമല്ലേ, അല്ലെങ്കിൽ ഒരു എന്തിനും പിടിച്ച് അടയ്ക്കുകയോ എന്തിനും ചെയ്യുക. സമീപ പ്രദേശത്ത് അംഗനവാടിയും ക്ഷേത്രവുമുണ്ട്. ക്ഷേത്രത്തിലേക്കും നിരവധി പേരാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ കുളത്തിന് സംരക്ഷണ വേലി കെട്ടണമെന്ന ആവശ്യവും ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ.